ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാനുള്ളത് സെൻട്രൽ ഏഷ്യയിലെ കിർഗിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്താണ്. അവരുടെ ക്യാപിറ്റൽ സിറ്റിയായ ബിഷ്കേക്കിലാണുള്ളത്. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് അലാത്തൂർ സ്ക്വയർ. ഇതാണ് അലാത്തൂർ സ്ക്വയർ എന്ന് പറഞ്ഞ അവരുടെ ക്യാപിറ്റൽ സിറ്റിയിലെ മെയിൻ ഏരിയ. സെൻട്രൽ പോയിൻ്റാണ് തോന്നുന്നു, കാരണം ഫ്ലാഗെല്ലാം ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ തന്നെയാണ് ഇവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ വീടും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ബിഷ്കേക്കിൽ വന്നപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും പേടിച്ച് ഇന്ത്യക്കാരിപ്പോൾ ഏറ്റവും പേടിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് കിർഗിസ്ഥാനിലെ ബിഷ്കേക്ക്. കാരണം കഴിഞ്ഞ മെയ്യിൽ 2024 മെയ്യിൽ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നരകത്തായിരുന്നു. 24 പേരാണ് ഒരു 4-5 ദിവസത്തെ കലാപത്തിൽ ഇവിടെ മരിച്ചു വീണത് കേട്ടോ. അപ്പം ഇപ്പോഴും ഇന്ത്യക്കാർക്കൊക്കെ ഒരു പേടി സ്വപ്നമാണ്. ഇവിടെ പഠിക്കുന്ന കുട്ടികളായാലും എല്ലാവർക്കും ഒരു പേടിച്ചുകൊണ്ടാണ് എല്ലാവരും ഇവിടെ ജീവിക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് സേഫ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് ഒരു പേടിയുണ്ട്. എന്നാലും അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മളെ അഫ്സൽ ഭായി പറയും. അഫ്സൽ ഭായി, എന്താണ് ഇവിടെ സംഭവിച്ചത്? അതായത് ഈ കഴിഞ്ഞ മെയിലാണ് ഇവിടെ മൊത്തത്തിൽ അവർ കലാപം എന്നുള്ള രീതിയിൽ പൊട്ടിപ്പുറപ്പെടുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വർഷങ്ങളായിട്ട് ഈ പറയുന്ന പാകിസ്ഥാൻ പച്ചകൾ എന്ന് പറയാം, പച്ചകൾ നമ്മുടെ ഇന്ത്യക്കാരും ബംഗാളികളൊക്കെ കൂടി ബംഗ്ലാദേശികളൊക്കെ കൂടിയിട്ട് ഇവിടെ ആധിപത്യം സ്ഥാപിച്ചു വന്നതാണ്. അതായത് ഇവിടെയുള്ള ഒരുവിധം വ്യവസായ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ പല മെഡിക്കൽ യൂണിവേഴ്സിറ്റികളുണ്ടാവും. ഇപ്പം വിദേശത്ത് കുട്ടികൾ പഠിക്കാൻ വരുന്നത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്നത്, അത്തരം മെഡിക്കൽ യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ ഓണർമാർ എന്ന് പറയുന്നത് പാകിസ്ഥാൻകാരാണ്. പാകിസ്ഥാൻ ഇന്ത്യക്കാരൊക്കെ ആയിട്ട്. അപ്പം അതിന് കാരണം വെച്ചാൽ മാത്രമല്ല, അവർ ഇവിടെ വന്ന് കല്യാണം കഴിച്ചിട്ട് ഇവിടുത്തെ സ്ത്രീകൾ കല്യാണം കഴിച്ച് ഇവിടുത്തെ പൗരത്വം എടുത്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഇവിടെ ഉദാഹരണത്തിന് നമ്മളെ നാട്ടിൽ ഇപ്പൊ കേരളത്തില് ബംഗാളികൾ വന്നിട്ട് അതാണ് എനിക്ക് എല്ലായിടത്തും ബംഗാളികൾ മലയാളി പെണ്ണുങ്ങളെ ബംഗാളികൾ കെട്ടുന്നു. അതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ നമുക്കൊരു ഈഗോ ഇഷ്യൂ ഉണ്ടാവും മനസ്സിൽ. അതായത് ഒന്നുമില്ല, ഒരു ബംഗാളികളുടെ സ്ഥാപനത്തില് പണിക്കാരനായിട്ട് നിൽക്കുകയാണെന്ന് കരുതുക, മലയാളി എന്തായാലും നമ്മളെ മലയാളികളുടെ അവസ്ഥ ഇപ്പൊ തന്നെ മലയാളികൾ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതിനേക്കാൾ കൂടുതലായിരുന്നു ഇവർക്ക് വെറുപ്പുണ്ടായിരുന്നു. അപ്പൊ ഇവർ കാരണം കിട്ടിയെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ഒരാളെ കൊല്ലപ്പെട്ടു, ഈ പുറത്തുള്ള ഒരു ഈശ്വരം വഴി. അല്ല, കൊല്ലപ്പെട്ടു എന്നല്ല, ഇവിടുത്തെ ഒരാളെ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് നമ്മളെ ഒരു ഫോറിൻ ഒരു പൗരന് ആ രാജ്യത്തെ ഒരു പൗരനെ കൊന്നു എന്ന് പറയുന്നത്. അതാണ് ശരിക്കുണ്ടായ പ്രശ്നത്തിന്റെ തുടക്കം. അനീസ് ഭായ്, സോറി, ഇവിടെ പഠിച്ചോണ്ടിരിക്കട്ടോ, മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്, പറയൂ. അപ്പോ അത് തന്നെയാണ് ആദ്യം തുടക്കം ഉണ്ടായത്. അതിന് കുറെ മുമ്പേ ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ പൊട്ടലും ചെട്ടലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു രാജ്യത്തെ പൗരനെ പുറമേ നിന്നുള്ള ഒരാൾ വന്ന് കൊല്ലുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പ്രശ്നം, അത് പിന്നീട് വലിയൊരു കലാപത്തിലേക്ക് എത്തിയതാണ്. അതിനുശേഷം ഇൻസൈഡ് ബിഷ്കേക്കിൽ, അതായത് ബിഷ്കേക്കിൻ്റെ അകത്ത് ഉള്ള പ്രശ്നം ഉണ്ടാക്കിയത് കൂടുതലും ബിഷ്കേക്കിന് പുറത്തു നിന്നുള്ള ആൾക്കാരാണ്, അതായത് ഗ്രാമത്തിലുള്ള ആൾക്കാരാണ് വന്നത്. കാരണം ഇവിടെ നേരത്തെ അവസരം പറഞ്ഞ പോലെ തന്നെ കല്യാണം കഴിക്കുന്നത് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നത്തിൽ ഇവിടുത്തെ തൊഴിലില്ലായ്മ വളരെ കൂടി. കാരണം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഏറ്റവും ബേസിക് ആയിട്ടുള്ളതാണ് ഒരു ഡ്രൈവർ ജോലി അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ. ഈ 2 മേഖലയിലും പച്ചകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സമയമാണിത്, ഇപ്പോഴും അന്നും. ആ സമയത്ത് കൂടുതലും വിസ ഇല്ലാതെ ഇവിടെ എന്തെങ്കിലും ക്രൈം ചെയ്താൽ പോലും അവരെ തേടി പിടിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും ഇവരെന്തായിട്ടുണ്ടായിരുന്നു, ഇവർക്കൊരു ആധിപത്യം ഉണ്ടായിരുന്നു. ഈ പോലീസിലാണെങ്കിലും അവർക്ക് കൂടുതലും ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ക്രൈം ചെയ്ത് പോയാലും പോലീസിന് ഇവരെ കണ്ടെത്താൻ പറ്റുന്നില്ല, കാരണം വിസ ഇല്ല. ഇവർ ഏത് തരത്തിൽ നോക്കും അറിയില്ല. ആ ഒരു സമയത്താണ് ആ ഒരു പ്രശ്നം വരുന്നതും. പിന്നീട് മിനിസ്ട്രിയുടെ സപ്പോർട്ടോട് കൂടി എന്ന് പറയേണ്ടി വരും, ഈ രാജ്യത്തിൻ്റെ മന്ത്രിസഭയുടെ സപ്പോർട്ടോട് കൂടി ഉണ്ടായ ഒരു സ്പോൺസേർഡ് കലാപം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ പല യൂണിവേഴ്സിറ്റികളും ക്ലോസ് ചെയ്തു. ആ സമയത്ത് പ്രൊട്ടക്ഷന് വേണ്ടി കുട്ടികളെ അവർ അതിൻ്റെ ഉള്ളിലാക്കി ക്ലോസ് ചെയ്തു. ആർമി വന്നിട്ടാണ് പല ഗേറ്റുകളും വെടിവെച്ച് തുറക്കുന്നത്. കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് വേണം പറയാൻ. ഞങ്ങളൊക്കെ ആ സമയത്ത് ഏറ്റവും പേടിച്ചിട്ട് തന്നെയാണ് നിന്നത്. കാരണം ഓരോ ദിവസവും നമ്മൾ നിങ്ങൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു? അതെ, ഞാൻ ഉണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ റൂമിലും കല്ലേറുണ്ടായിരുന്നു. കാരണം കയറാൻ പറ്റാത്ത സ്ട്രോങ് ഗേറ്റ് ആയിരുന്നു. അതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് കുഴപ്പം പറ്റിയില്ല. പക്ഷെ ഓരോ ദിവസം നമ്മൾ കാണുന്ന വീഡിയോസിലും 24ഓളം പേര് ഞങ്ങളുടെ ഇവരുടെ കണക്ക് പ്രകാരം, അതിലേറെയാണ് ശരിക്കും ഉറപ്പായിട്ടും മരിച്ചിട്ടുള്ളത്. പിന്നെ ഞങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ്? അല്ലല്ല, ഇന്ത്യക്കാരും മരണം സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷെ പാകിസ്ഥാനികളും പിന്നെ 2-3 ബംഗ്ലാദേശികളും അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിൽ എത്രയോ കൂടുതലാണ് യഥാർത്ഥ കണക്കുകൾ. കുറച്ചൊന്നല്ല, ഇവർ കുറച്ച് കാണിച്ചതാവാം. അതല്ല, ഞാൻ വർക്ക് ചെയ്യുന്ന, ഞാൻ കൂടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നില്ല. ആ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോലും 4ഓളം പേര് മരണപ്പെട്ടിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ പറയട്ടെ. അത് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പേ തന്നെ മരണപ്പെട്ടിട്ടാണ് അവിടെ എത്തപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയോ കൂടുതലാണ് അന്ന് നടന്ന
കലാപത്തിൽ യഥാർത്ഥ കണക്കിൽ നിന്ന് ഒരുപാട് കൂടുതലാണ്. ഇപ്പം ഏറെക്കുറെയൊക്കെ നോർമൽ ആയിട്ടുണ്ട്, സേഫായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു ഇന്ത്യക്കാരെന്നുള്ളതിൻ്റെ ഒരു ബഹുമാനം അവർക്കുണ്ട്. അത് പാകിസ്ഥാനികളെക്കാൾ കൂടുതൽ ഇന്ത്യക്കാരോട് ഒരു ബഹുമാനം അവർക്ക് എപ്പോഴും ഉണ്ട്. അത് ചോദിച്ച് മനസ്സിലാക്കണം നമ്മൾ ഇന്ത്യക്കാരനാണോ എന്ന്. അവർ ചോദിക്കും. നമ്മൾ നേരിട്ട് ആദ്യം ചോദിക്കുന്നത് തന്നെ ഏത് രാജ്യം എന്നാണ്. ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പേരോ കാര്യങ്ങളല്ല ചോദിക്കുന്നത്, എവിടുത്താരാണ്, ഹിന്ദുസ്ഥാനാണോ അല്ലെങ്കിൽ പാകിസ്ഥാനാണെന്ന് ചോദിക്കാം. ഫസ്റ്റ് തന്നെ ചോദിക്കാം. അപ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ പിന്നെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. പക്ഷെ പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ പല പ്രശ്നങ്ങളുണ്ട്. ഇവർക്കൊട്ടും കാര്യമില്ല. കാരണം എവിടെ തിരിഞ്ഞാലും ഈ രാജ്യത്തെ ഇതൊരു എത്നിക് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. എത്നിക് ഗ്രൂപ്പ് ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ളൊരു റീജിയനാണല്ലോ സെൻട്രൽ ഏഷ്യ എന്ന് പറയുന്നത്. പക്ഷേ അവിടെ എല്ലാത്തൊരു എത്നിക് ആയിട്ടുള്ള നമ്മളുടെ മുഖമായാലും അവരുടെ മുഖമായാലും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസ് അവരൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അതാണ് ഇതിനുള്ള പ്രധാന കാരണം. പക്ഷെ ഇപ്പോൾ ഓൾമോസ്റ്റ് സേഫായിട്ട് ഇപ്പോഴും നമ്മൾക്ക് പറയുമ്പോൾ അതിന്റെ ഭീകരത എത്രമാത്രം നമുക്ക് പറയുമ്പോൾ അല്ല, ഞാൻ അതിന്റെ കൂടെ വിഷ്വൽസ് ഇടാം, അപ്പോൾ അവർക്ക് മനസ്സിലാവുള്ളൂ. അത് അന്ന് അനുഭവിച്ച മൂപ്പരൊക്കെ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം പുള്ളി അന്ന് തന്നെ വിളിച്ചിട്ട് എന്നോട് പറയണ്ട ഇങ്ങനെയൊക്കെ വിഷയം. സത്യം പറഞ്ഞാൽ എനിക്കൊരു ഉറക്കം വന്നില്ല. കാരണം അന്ന് പുള്ളി റൂമിന്റെ അല്ല, ഈ സംഭവം നടന്നപ്പോൾ എനിക്ക് അഫ്സൽ ഭായി ഇങ്ങനെ വീഡിയോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മള് കാരണം അത് എന്തായിരുന്നു അറിയോ, അതിന്റെ ക്യാപ്ഷൻ ഉണ്ട്, ദിസ് ഈസ് നോട്ട് ഫലസ്തീൻ, ദിസ് ഈസ് കിർഗിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട്. അത് ആ രീതിയിൽ തന്നെയായിരുന്നു ആ വീഡിയോ. നമ്മൾ കാണുന്ന വേറൊരു വീഡിയോ ഉണ്ടല്ലോ അവിടുത്തെ വിഷയങ്ങള്, അതുപോലെയായിരുന്നു ഇവിടെ രക്തത്തിലൊക്കെ വാർന്ന് കിടക്കുന്ന ആൾക്കാരും മരിച്ചു കിടക്കുന്ന ആൾക്കാരൊക്കെ കൊല്ലപ്പെട്ട് കിടക്കുന്ന ആൾക്കാരുടെ ഫോട്ടോസും വീഡിയോസും കാണുമ്പോൾ നമ്മൾ നല്ല പേടിച്ചു. അപ്പം ഞാൻ വിളിച്ചു വെക്കുമ്പോൾ പോലും എനിക്കൊന്ന് ഒരാഴ്ചത്തോളം ഭക്ഷണവും കഴിക്കാതെ വെറും വെള്ളം 10 ദിവസം വെള്ളം. എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെട്ട്? അത് രക്ഷപ്പെട്ടത് നേരം വെളുക്കുന്ന മുമ്പ് ഞാൻ റൂമിൽ നിന്ന് ഞങ്ങളൊരു 4 പേര് ഇറങ്ങി. ഫസ്റ്റ് ബസ് 5 മണിക്കുള്ള ബസ് സ്റ്റാർട്ട് ചെയ്യും. 5 മണിക്കുള്ള ബസ്സിൽ കയറി അൽമാട്ടിയിലേക്ക് ബോർഡർ ക്രോസ് ചെയ്യാം. ഇവിടുന്ന് 100 കിലോമീറ്റർ അല്ലേ? ഇല്ല, 100 ഇല്ല. ഇവിടുന്ന് ബോർഡറിലേക്ക് 16 കിലോമീറ്റർ ഉള്ളൂ. അത്രേ ഉള്ളൂ. ബോർഡറിലേക്ക് 16 കിലോമീറ്റർ. ഒരു അരമണിക്കൂറിന്റെ താഴെ, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ. രാവിലെയാണ് ഒരു അരമണിക്കൂറിൽ ബസ് ഇരുന്നാലുള്ള ബോർഡർ. ആ ബോർഡറിൽ പോകുമ്പോൾ പോലും ഇവിടെ 2 രീതിയിലുള്ള ആൾക്കാരുണ്ടെന്ന് വേണം പറയാൻ. കാരണം ഞങ്ങൾ ബസ്സിൽ ഇരിക്കുന്ന സമയത്ത് ഒരാൾ ഞങ്ങൾക്കെതിരെ നല്ല രീതിയിൽ ദേഷ്യപ്പെട്ടു. അതിനെ അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യാനും ഈ രാജ്യത്തുള്ള ആൾക്കാരുണ്ടായിരുന്നു. നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തത് മാത്രമല്ല ഫിസിക്കലി അയാളെ തടഞ്ഞിട്ട് ബസ് നിരക്കി വിട്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം എല്ലാ രാജ്യത്തും നല്ലതും ചീത്തതുള്ള പോലെ തന്നെ ഇവിടെ ഉണ്ട്. അന്ന് ആ ഒരു ഇത് എത്തിയിട്ട് കസാഖിസ്ഥാനിലേക്ക് ഇവർ എത്തിയ ശേഷം കസാഖിസ്ഥാനിൽ നിന്നാണ് ഇവരെ കയറ്റി നാട്ടിലേക്ക് വിടുന്നത്. കുറേ കുട്ടികളുണ്ടായിരുന്നു. ഇവരുടെ കൂടെ വേറെയും കുറച്ച് കുട്ടികളുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഉള്ളത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഈ അതിന്റെ നമ്മൾക്ക് പറയുമ്പോൾ അന്ന് അനുഭവിച്ചവർക്ക് അതിന്റെ ഒരു ട്രോമ ഇപ്പോഴും ഉണ്ടാവും. അന്നത്തെ ഇപ്പോഴും ആ കുട്ടികൾക്ക് പേടിയുണ്ട്. നമുക്കിപ്പോൾ പറയുമ്പോൾ നമ്മൾക്ക് ഒരുപക്ഷെ ഇത് പറയുമ്പോൾ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും അത് എത്രമാത്രം ഫീൽ ചെയ്യണമെന്നില്ല. കാരണം അത് അനുഭവിച്ചവർക്ക് അതിന്റെ അവസ്ഥ അറിയാം. പിന്നെ വേറൊരു സംഗതി മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ഇവിടെ ടൂറിസ്റ്റേഴ്സ് വരുന്നത്. ഇപ്പൊ നമ്മൾക്കൊക്കെ നമ്മൾ ടൂറിസ്റ്റുകളാണ്. നാളെ പോകുമ്പോൾ എന്റെ ഒരു അഭിപ്രായത്തിൽ എന്താ പറയാ പ്രശ്നമില്ല. അത് അന്ന് എന്തോ ഒരു കലാപത്തിലുണ്ട് പൊട്ടിപ്പോയി. ഇനി അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ കുറച്ച് ആൾക്കാരുടെ ഉള്ളിൽ ആ ഒരു ഇതിപ്പോഴും ഇങ്ങനെ അവരിങ്ങനെ കൊണ്ടടക്കുന്നുണ്ട്. വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ആ ഒരു പാട്ട് നിങ്ങൾ അറിയിക്കണം തോന്നി. അപ്പം ആ പാട്ടിൽ പങ്കാളിയായ ഒരാളെ കുറിച്ച് തന്നെ ആ കഥ പറയിപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ആ ഒരു സ്റ്റോറി നിങ്ങളെല്ലാവരും കേട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ ബിഷ്കേക്കിൻ്റെ അവസ്ഥയും എല്ലാം അറിയാം. ആദ്യം ഞങ്ങൾ ഇവിടെ എത്തിയത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് വരും. ഗൈസ്, നമ്മൾ ഈ കാറ് വന്ന് ഇറങ്ങി. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഈ കാറിൻ്റെ ഫ്രണ്ട് ഇതില്ലേ ഗ്ലാസ്, അത് മൊത്തം അത് മൊത്തം ഇതുപോലെ ആയിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാരിറ്റി ഇല്ല. അത് വെള്ളം നിൽക്കുന്നില്ലേ, അതുകൊണ്ട് എനിക്ക് വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതാണ് ബിഷ്കേക്ക് ക്യാപിറ്റൽ സിറ്റിൻ്റെ ഡൗൺ ടൗൺ ഏരിയ. ഇത് ഇവിടുത്തെ ഒരു മാളാണ്. അവിടെ ഫുഡ് കഴിക്കുന്ന സ്ഥലമുണ്ട്, കെബാബ് കഴിക്കാനുണ്ട്. പൈസ എക്സ്ചേഞ്ച് ചെയ്യാം. അവിടെയാ 86.80. അപ്പോൾ ഞങ്ങളൊരു $100 ഉണ്ട്, അത് എക്സ്ചേഞ്ച് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ അത് ചെയ്യാം. അതിനുശേഷം ഭക്ഷണം കഴിക്കണം. അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്യണ്ടേ? അവിടെ ക്രോസ് ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിട്ട് വേണം ക്രോസ് ചെയ്യാൻ. സോ ദിസ് ഈസ് ദ ഒരു എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്തോ പറഞ്ഞ് എന്താണെന്ന് കേട്ടില്ല. അപ്പം കണ്ടിട്ട് നല്ല രസമുണ്ട് അല്ലേ? സിറ്റിയൊക്കെ അടിപൊളിയാണ്. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അപ്പം കാലാവസ്ഥ മാത്രമാണ് ഇന്നിങ്ങനെ വലിയ മഴയല്ല, പ്രിറ്റി ഓക്കെ മഴ. അപ്പോൾ നമ്മൾ ആദ്യം പോയിട്ട് ഡോളർ എക്സ്ചേഞ്ച് ചെയ്യട്ടെ, ഇല്ലാണ്ട് ഇപ്പോൾ കളി എടുക്കില്ല. ഓക്കെ, അപ്പോൾ ക്രോസ് ചെയ്യട്ടെ. ഡൗൺ ടൗൺ ഏരിയ കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദിസ് ഈസ് ദ ഡൗൺ ടൗൺ. പോലീസുകാരെയൊന്നും എവിടെയും കാണാനില്ലല്ലോ.
ഒന്ന് കാറിലൊന്ന് തെണ്ടിത്തിരിഞ്ഞ് നടന്നാൽ കുഴപ്പമുണ്ടോ? തെണ്ടിത്തിരിഞ്ഞ കുഴപ്പമില്ല. പക്ഷേ ഈ മാളിലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ 1-2 പ്രാവശ്യം റൗണ്ട് അടിക്കുന്നതിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ റൗണ്ട് അടിച്ചാൽ പോലീസ് വന്നിട്ട് പിടിച്ചിട്ട് ചെക്ക് ചെയ്യും. കാരണം കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മൾ വന്നപ്പോൾ ഇതേപോലെ പെട്ടെന്ന് അനീഷ് ഭായി ഉണ്ടല്ലോ, അപ്പോൾ ഓരോന്ന് പെട്ടെന്ന് വിട്ടു. അല്ലെങ്കിൽ അവർ പോലീസ് ഉണ്ടാവും ഇതിനകത്ത് ഫുള്ളും റൗണ്ട് ചെയ്യുന്നുണ്ടോ. ഇത്രയും പ്രശ്നമുണ്ടോ? സോ വി നീഡ് എക്സ്ചേഞ്ച് ഫസ്റ്റ്. സോ ഗൈസ്, നമ്മൾ വന്ന് $100 എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. $100 കിട്ടിയത് 8,650. 1000. അപ്പോൾ ഇതാണ് ഇവിടുത്തെ 1000. ഇത് ഇവിടുത്തെ 100. 20. ഇതെവിടെ? ഇതാ 20. ഇത് 20 നോട്ട്. ഇത് 50. ഫ്രഷ്. ഇത് ഇവിടുത്തെ 100. ഇത് ഇവിടുത്തെ 500. ഇത് ഇവിടുത്തെ 1000. അതായത് ഇത് ഇവിടുത്തെ കോയിൻസ് ഇട്ടോ, 5 രൂപ കോയിൻസ്. അതായത് നമ്മളെ നാട്ടിലത്തെ അതേ കറൻസി വാല്യൂ ആണ് 8,650. നമ്മുടെ നാട്ടിൽ $100 എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിലും സെയിം പ്രൈസ് ഓൾമോസ്റ്റ്. സോ ഇനി ഫുഡ്, വി വിൽ ഈറ്റ് ഫുഡ് റൈറ്റ് നൗ. സോലൻ കബാബ്. അപ്പോൾ നമുക്കിതൊരു വയസ്സങ്കാക്ക അവിടെ ഇരിക്കുന്നുണ്ട്, മൂപ്പരെ കൂടെ പോയിട്ട് കബാബ് എന്തൊക്കെയോ ഉണ്ട്. എവിടെ ഇരിക്കുക? ഇതാ ഓക്കെ. എല്ലാം ഓർഡർ ചെയ്യണ്ടേ? ഓർഡർ ഇവിടെ വരുമായിരിക്കും. അതെങ്ങനെ മനസ്സിലാക്കി? അസ്സലാമു അലൈക്കും. ഓർഡർ ചെയ്യാൻ പറ്റിയായിരിക്കും. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഫുൾ ചാർജ് പോവുമോ ഓർഡർ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ? പവർ ബാങ്ക് എടുത്തില്ല. അപ്പം നമുക്ക് ബിഷ്കേക്ക് കെബാബ്, അത് ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് എന്ന് തോന്നുന്നു. നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഗൈസ്, ക്യാപിറ്റൽ സിറ്റിയിൽ വന്നിട്ട് ആദ്യത്തെ ഫുഡാണ് പട്ടാണിക്കടല സൂപ്പ്. ടേസ്റ്റ്. കടലക്കറി ഇതിങ്ങനെ നല്ല സോഫ്റ്റ്, നമ്മളെ നാട്ടിലത്തെ പോലത്തെ ബ്രെഡ് കൂട്ടിയിട്ട് എനിക്കിഷ്ടപ്പെട്ടില്ല. പിന്നെ ഇതാണ് കബാബ് കേട്ടോ. സോ ഇത് കഴിക്കട്ടെ. എത്ര രൂപയായെന്നൊന്നും അറിയില്ല. ഇതിലൊരു ചെറിയ ബീഫിൻ്റെ പൊട്ടൊക്കെ കാണുന്നുണ്ട്. ഇന്നത്തെ നമ്മളെ പ്രശ്നം എന്താണ്? ഇന്ന് മാർക്കറ്റ് ഡിസിൻഫെക്ഷൻ ഡേ ആണ്. അങ്ങനെ വെച്ചാൽ ഇത് അണുവിമുക്തമാക്കാണ് ഇവർ, അതുകൊണ്ട് ക്ലോസ് ആണ് അല്ലേ? ഇന്ന് താൽക്കാലികമായിട്ട് മെയിൻ മാർക്കറ്റ് ക്ലോസ് ആക്കി. ഓക്കെ, എന്നാലും നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുകയാണ്. ഓ അടിപൊളിയാണല്ലോ. ഇവിടെയും കുറേ പച്ചയൊക്കെ കാണുന്നുള്ളൂ കേട്ടോ. പച്ചക്കാർ തന്നെയാണ് ഇവിടെ കൂടുതലും കാണുന്നത്, വെറുതെ അല്ല അവർ തല്ലിയത്. അതായത് നമ്മളെ നാട്ടിൽ ബംഗാളികൾ വന്ന് 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 ഒരു കച്ചവടം ഉണ്ടാക്കി ലാസ്റ്റ് നമ്മൾ മലയാളികൾ ബംഗാളികളുടെ അടുത്ത് കുത്തിയുള്ള അവസ്ഥ എങ്ങനെ ഉണ്ടാവും? പിന്നെ ഓരോ എവിടെ നിന്ന് കണ്ടാലും നമ്മൾ കുത്താനുള്ള പ്രശ്നമായിരിക്കൂലേ. അപ്പം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഓഷ് മാർക്കറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോണേ? അലാത്തു സ്ക്വയർ. അതായത് ഇവിടുത്തെ ക്യാപിറ്റൽ സിറ്റീൻ്റെ മെയിൻ സെൻട്രൽ പോയിന്റിലോട്ടാണ് നമ്മൾ പോണത് കേട്ടോ. അല്ല, നമുക്ക് ഫുഡ് കഴിക്കണ്ടേ? ഫുഡ് കഴിക്കണം. പക്ഷെ ഇവരൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് എല്ലാം സേഫായിട്ടാണ് തോന്നണേ. അല്ല, ശരിക്കും ഇവർ പാവങ്ങൾ തന്നെയാണ്. ഞാൻ അണമുട്ടിയ ചേരയും കടിക്കും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. അങ്ങനെ തന്നെ പറയാം. ഫ്രണ്ട്ലി ആണ്, കുറേയൊക്കെ ഫ്രണ്ട്ലി ആണ്. ചില സമയത്ത് അറിയാലോ. ഞങ്ങൾ ഇവിടെ മുടി വെട്ടാൻ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ 250 ഉറുപ്പിക. എവിടെ ഷാറുഖാൻ്റെ? എവിടെ ഷാറുഖ് ഖാന്റെ ഫോട്ടോ ഉള്ള ഇതിനെന്താ പറയാ? കവറിന്
മുടി വെട്ടുന്ന ഇത് ഷാരൂഖ് ഖാൻ ഫോട്ടോ എവിടെ ആ ഷാരൂഖ് ഖാൻ ഗൈസ് ഷാരൂഖ് ഖാൻ ഇവിടെ മുടി വെട്ടാൻ വരെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആൾക്കാർ കഴിച്ചു. ഇയാള് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാ കേട്ടോ മുടി വെട്ടുന്നത്, പേടിച്ചിട്ട്. ഈ മുടി വെട്ടിൽ കൊള്ളാവുന്ന തോന്നുന്നത് ആദ്യമായിട്ട് ഒരാള് നേരെ Раби, можно? Да, фото? Давай. Машаллах. മുടിയൊക്കെ വെട്ടി കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് എന്റെ മുടി വെട്ടിയിട്ടുള്ള കോലം. എത്ര? 350. ഇത് പിടിക്കോ? ഇത് പിടിക്കോ? താടി സെറ്റാക്കി. അടിപൊളി. പാസ്പോർട്ട് ഉണ്ടോ? Паспорт? കണ്ടില്ലേ? കണ്ടോക്കെ ഇന്ത്യസ്കി പാസ്പോർട്ട്. Ой, я знаю, ақшамар, ертең кармашка жүрген. No. Я не кармашек, no. പുള്ളിക്ക് ഞാൻ എന്റെ ഇന്ത്യൻ പാസ്പോർട്ട് അടിച്ചെടുക്കാം. ақшам маған, come on, мен жүргенмін, come on. നോ പ്രോബ്ലം. എന്റെ കയ്യിലുള്ള പൈസ ഒരു അടിച്ചാറ്റെന്നൊക്കെ പറയുന്നത്. എങ്ങനെയുണ്ട്? ഓർഷോ? Хорошо. камера түсіңдер ма? ക്യാമറ സൂം. мен ештеңе кармашка алған жоқпын. ഇത് പറഞ്ഞോണ്ടേ, ഇത് ചൈനന്റെ വിസ എന്ന് പറയും. ചൈന എത്താ Чина? ചീന Чина. എത്താ Кыргыз есть? Кыргыз паспорт. കിർഗിസ് എത്താ റുസ്കി Русский. കിർഗിസ് എത്താ എടെ ഒന്ന് കാണിച്ചു കൊടുക്ക്. എടെ കാണിച്ചു കൊടുക്ക്. Kyrgyz, это Maldiv. Это? കിർക്കട് എത്താ കിർക്ക്. Это Kyrgyz. Это там. അതൊക്കെ പറഞ്ഞു ഞാൻ. സോ റഹ്മത്ത് പസിബ ദസദാനിയ. എല്ലാരോടും ദസദാനി പറഞ്ഞിട്ട് Общий салем. I love you. Маша. ലവ് യു ടു. യാ ലുലു ലുബുലു. Я люблю. Тоже, ой. ഇത് ഞാൻ പറഞ്ഞതാ. എന്ത്? ഇത് പുലാവ്. ഓ. ഞാൻ നേരത്തെ ഇത് നല്ലതാണ്. ഇത് നല്ലതാണ്. ഇത് ചെവിടുന്ന് നിന്നാ വയറിളകോ? മുട്ടൻ്റെതും ഉണ്ട്, ഇത് ബീഫിൻ്റെതും ഉണ്ടാവും. ബീഫാണ് നല്ലത്. വേണം കഴിക്കണോ? ഒന്ന് ടേസ്റ്റ്. നീ എത്തു നമ്മളല്ലേ ഇപ്പോൾ കഴിച്ചേ. ഇതൊക്കെ അവൻ 100 രൂപ കുറച്ചാണ് കേട്ടോ. ഇനി പോവാ. 350 റുപ്യ ഉള്ളൂ അല്ലേ? അവന് 200-ൻ്റെത് 300 കുറച്ചാണ്. 1 സ്റ്റാർട്ട്. ട്രൈ. ഓക്കെ കം ഓൺ. ഞാൻ പറഞ്ഞാണ് കേട്ടോ. ഓക്കെ ഞാൻ സംഭവം ട്രെയിൻഡ് ആണ്. Вот так, давай, держи. Вот так держи, вот так. Держи. Готов? Машалла. Хорошо. How old are you? സ്റ്റോർ. Мой. 3-0. 3-0? Да. How old are you? Да, 3-0. Вот так? Да. А тебе? Да. Мне 23. 23. Начали 23. Сколько ты весишь? Это маленький. Это тренинг, брат? Тренинг? Спортсмен, да. Бардер, Пресли. Хабиб. Это Хабиб, фан мой.
അൽഹംദുലില്ലാ. ഭയങ്കര ചൈന ഒട്ടുപോയേ. ബൈ ബൈ. Камера что ли, да? വ്ളോഗർ. ബ്ലോഗർ. Блогер? А. Где аккаунт твой? Инстаграм. ആ ഇൻസ്റ്റഗ്രാം. ആ ഒന്ന് ഇൻസ്റ്റഗ്രാം ഒന്ന് കാണിച്ചെടുക്കോ. Камера за сколько покупал? ഇത് എത്ര Доллар. 40,000. Доллар. 500 അല്ല സോം 40,000. സോം. Сама посмотрю. Это хорошо. Оригинал. Оригинал? На улице даже можно, да? ടച്ച് ചെയ്യാൻ പറയും ബാഗിൽ. എന്നാൽ കുറച്ചുകൂടി А, вот так-то. Базар. പുറത്ത് ലേറ്റ് ആണ്. കുറച്ച് എത്ര Ассаламу алейкум, гараж достор. Мама говорит, Индия достор. Индия? ഇന്ത്യ അതാ. Muslim. യെസ്. My name is Amir Khan. അമീർ ഖാൻ. Amir Khan. ഷാറുഖ് ഖാൻ. ഷാറുഖ് ഖാൻ. What? ഷാറുഖ് ഖാൻ. Shahrukh? അമീർ ഖാൻ. ഷാറുഖ് ഖാൻ. അത് അകലുണ്ടാകാം. ആ ഓക്കെ പക്കാ. Hey, YouTube, Instagram. Где? ആ ഇൻസ്റ്റഗ്രാം കാണിച്ചു. Блогер? ആ അതാ ഇൻസ്റ്റഗ്രാം. Ты студент? ഇനി എന്ത് ടൂറിസ്റ്റ്. Турист? Базар. Это Instagram? ആ അതാ. വാ പോവാ ടാക്സി ബുക്ക് ചെയ്തില്ലേ? ടാക്സ് ബുക്ക് ചെയ്തില്ല. ഇല്ലേ. ഓക്കെ നല്ല ആൾക്കാർ കേട്ടോ. Все. വർഷോ രണ്ട് വീണ്ടും കുടിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നാണക്കാടാണ്. അല്ല ഞാൻ വിട്ടുകൊടുത്താണ്. ഇവിടുന്ന് എങ്ങനെ ഞാൻ ഇപ്പൊ ജയിച്ചിട്ട് ഓനെ തല്ലൂലേ? ആ വെറുതെ എന്തിനാ ഓന്റെ നാട്ടിൽ വന്നിട്ട് ഓനെ തോപ്പിച്ചിട്ട് ഓന്റെ അടി അടിക്കണേ. കാണാൻ വലിയ ഞങ്ങളങ്ങനെ തിരിച്ച് നമ്മളെ ഹോസ്റ്റലിലോട്ട് എത്തിയിട്ടുണ്ട്. 281. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ എടുത്ത ഹോസ്റ്റലല്ല. ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ആ ഹോസ്റ്റൽ മാറി. അത് മാറി. അത് നിന്ന് തിരിയാനുള്ള ഒരു സൗകര്യം ഇല്ലാണ്ടായി. കോഴിക്കോട് പോലെ പോയി. അതുകൊണ്ട് ഞങ്ങൾ അപ്പം തന്നെ മാറി. അപ്പം ഇനി എന്താ പറയാനുള്ളത്? അതിനൊന്നുമില്ല. തണുത്ത് നല്ല തണുപ്പ് കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു മലയാളി ഫാമിലീനൊക്കെ കണ്ടായിരുന്നു. പിന്നെ അപ്പം ഞാൻ ആദ്യം പറഞ്ഞ കഥ വെച്ച് നോക്കിയിട്ട് നിങ്ങൾ ഇവിടെ ആരും വരാതെ ഒന്നും ഇരിക്കണ്ട. എല്ലാവരും പിന്നെ കിർഗിസ്ഥാനിലോട്ട് വരിക, അടിച്ചു പൊളിക്കുക, ആഘോഷിക്കുക. പിന്നെ ആദ്യം പറഞ്ഞ കഥ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായ ഒരു കഥ നിങ്ങളോട് പറഞ്ഞു, അത്രയേ ഉള്ളൂ. സോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വെൽക്കം ബാക്ക് ടു കിർഗിസ്ഥാൻ.